സഖാബ് പന്ന്യൻ രവീന്ദ്രൻ ഇവിടെ 3 വർഷവും 4 മാസവും MP ആയിരുന്നപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള വികസനങ്ങൾ ഐസർ എന്ന് പറയുന്ന പദ്ധതി, ബ്രഹ്മോസ് എന്ന പദ്ധതി, മെഡിക്കൽ കോളേജിന്റെ അസഹിഷ്ണുത കാണിക്കില്ല. ചോദ്യം തീരട്ടെ. ചോദിച്ചല്ലോ, മറുപടി പറയട്ടെ. സെൽഫ് ഗോൾ വരുവാ. ശരി ശരി, ആ ചോദ്യം പൂർത്തിയാക്കട്ടെ. ഇടയ്ക്ക് കയറുന്നത് അസഹിഷ്ണുതയാണ്. ജനാധിപത്യത്തിനെതിരാണത്. ഒരു മിനിറ്റ്, അല്ല നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിച്ച ചോദ്യമല്ല, ആ ചോദ്യം പൂർത്തിയാക്കട്ടെ. ഇന്റർനാഷണൽ ടെർമിനൽ രണ്ടാമത്തത് കൊണ്ടുവന്ന സഖാവ് പന്നിന്റെ ഇതൊക്കെ 3 വർഷം 4 മാസം കൊണ്ട് കൊണ്ടുവന്നതാണ്. ഇവിടെ കൊണ്ടുവന്നുള്ള വികസനങ്ങൾ ഇത് ഞങ്ങൾ പറയുന്നതല്ല, അടിസ്ഥാന വർഗത്തിൽപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഐസർ കൊണ്ടുവന്നത് UPA സർക്കാർ. ഐസർ നിലനിൽക്കുന്നത് വിതുര പഞ്ചായത്ത്, ആ നിയോജകമണ്ഡലം അരുവിക്കര. അന്നവിടെ ഉണ്ടായിരുന്ന MP ശ്രീ പന്ന്യൻ രവീന്ദ്രനല്ല, അത് നടപ്പിലാക്കിയത് AK ആന്റണി, വയലാർ രവി അടക്കമുള്ള ആളുകൾ UPA സർക്കാർ ഉള്ളപ്പോൾ നൽകിയതാണ് ഐസർ. ഫോൺ മാറ്റാൻ കേക്ക്. ഐസർ ഇവിടെ 40 കിലോമീറ്റർ തിരുവനന്തപുരത്തെ ഈ തലസ്ഥാന നഗരിയിലെ MP ഈ ജില്ലയിലെ ഒരു കാര്യത്തിലും നിങ്ങൾ ഇടപെട്ടിട്ടില്ല. ചോദ്യം ശബരിയോട്, ശബരിയുടെ മറുപടി വിമാനത്താവളത്തിന് 2ാം ടെർമിനൽ കൊണ്ടുവന്നത് ഇവിടെ കോവിഡ് നടന്നപ്പോൾ നിങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞല്ലേ, കേരളത്തിൽ ആദ്യമായി, ഇന്ത്യയിൽ ആദ്യമായി RT-PCR കിറ്റ് അടക്കം, ഇവിടെ PP കിറ്റുകളടക്കം എത്തിച്ചത് ശശി തരൂറാണ്. ഇന്ത്യയിൽ കിട്ടാത്തത് കൊണ്ട് മറ്റൊരു കമ്പനി വികസനം ഞാൻ പറയാം. ഇവിടെ അടിസ്ഥാന ഒരു പുസ്തകം പിടിക്കുന്നത് ഗതികേടാണ് നിങ്ങൾ പറയുന്നത്. ശ്രീചിത്രയിലെ 200 കോടി ചെലവാക്കിയുള്ള പുതിയ ബ്ലോക്ക് അനിയൻ പോയിട്ടുണ്ടോ? അത് ചെയ്തവരാണ്. ശ്രീചിത്രയിലെ പുതിയ ബ്ലോക്ക് 300 കോടി രൂപയുടെ വലിയ ബിൽഡിംഗ്, അത് ഡോക്ടർ തരൂർ കൊണ്ടുവന്നതാണ്. ഇത്രയധികം പ്രകോപിതനും സമ്മർദ്ദത്തിലുമായി നിൽക്കേണ്ട ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായി. പറഞ്ഞപ്പോഴാണ് അത് വൈകാരികമായിട്ട് വരും. നമ്മൾ കൊണ്ടുവന്നൊരു സാധനം നിങ്ങളുടെ വൈകാരികത ഞാൻ ചോദിക്കുന്നത് സംഭാഷണത്തിൽ പറഞ്ഞു പ്രകോപിതനാകരുത്. ഞാൻ പറഞ്ഞത് ശശി തരൂര് ഈ മണ്ഡലത്തിനു വേണ്ടി ചൂണ്ടിക്കാണിക്കാനുള്ള വികസന പദ്ധതികൾ എണ്ണി ചോദിക്കുമ്പോൾ നിങ്ങൾ ബുക്ക് നോക്കുകയോ നോക്കാതിരിക്കുകയോ ചെയ്ത് ഈ വിഷയം പറയണം. തിരുവനന്തപുരം വിമാനത്താവളത്തിന് 2ാം ടെർമിനൽ കൊണ്ടുവരുമ്പോൾ ഇവിടത്തെ MP പന്ന്യൻ രവീന്ദ്രൻ സംശയമുണ്ടോ? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി ഐസറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അടക്കം ഈ ജില്ലയിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ MP ആയിട്ടുള്ളത് പന്ന്യൻ രവീന്ദ്രൻ. രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി വികസനത്തിന് കേന്ദ്ര പദ്ധതി കൊണ്ടുവരുമ്പോൾ MP പിന്നെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ഉമ്മൻചാണ്ടി സർക്കാർ. അറിയാത്ത കാര്യം പറയല്ലേ, നമുക്ക് ഒരു സൗജന്യമായി തന്നോ? ഇവിടെ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു MP ഉണ്ടെന്ന് തെളിയിച്ചു. കഴിഞ്ഞ 15 വർഷം MP എവിടെയായിരുന്നു? സെന്റർ ഫോർ ബയോടെക്നോളജി ഉമ്മൻചാണ്ടി സർക്കാർ ആക്കുളത്ത് സ്ഥലം കൊടുത്ത സാധനം അന്ന് എയർക്രാഫ്റ്റ് മെയിന്റനൻസ് യൂണിറ്റ് ഈ ആയിരിക്കുമ്പോ അല്ലാതെ AK സൗജന്യമല്ല. ഞാൻ ചോദിക്കുന്നത് ബുക്ക് നോക്കിയോ നോക്കാതെയോ വികസന പദ്ധതി ഈ തിരുവനന്തപുരത്ത് കാണട്ടെ. ശബരി, വികസന പദ്ധതിയുടെ പേര് പറ.